ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ നമ്പർ 11 ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ നോക്കിയേ, 3 ഡയമെൻഷണൽ ജോമെട്രിക്കകത്ത് നമ്മൾ ബേസിക്കലി 4 കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് ഇൻ സ്പേസ്, സ്പേസിലെ കോർഡിനേറ്റ്സിന്റെ പോയിന്റ് ഏതൊക്കെയാണ്. അതുകൂടാതെ 3 കോർഡിനേറ്റ് പ്ലെയിൻസ് ഏതൊക്കെയാണ്. ദെൻ ഒക്ടൻസിനകത്തെ സൈൻസും കാര്യങ്ങളും പഠിക്കും. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ സ്പേസിനകത്തെ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കിടക്കുന്നതിന് മുന്നേ ഈ PDF നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ തന്നെ അവൈലബിൾ ആയിരിക്കും. ഇതെടുത്ത് നോക്കി ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് സെറ്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് പോയാലോ ക്വസ്റ്റ്യനിലേക്ക്? താണ്ടെ ഇവിടെ നോക്കിയേ, ഇവിടെ പറയുന്നതാണ് ഈ തന്നിരിക്കുന്ന പോയിന്റിൽ YZ പ്ലെയിനിൽ ലൈ ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ അടുത്ത് നോക്കിയേ, ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ദെൻ അടുത്തതിനകത്ത് നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. A എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് XY പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ്. ദെൻ അടുത്തെന്താ, X ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസും ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്തതിനകത്തോ നമുക്ക് 3 പോയിന്റുകൾ തന്നിട്ടുണ്ട്. അത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണോ എന്ന് കാണിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ദെൻ അടുത്തതോ 3 പോയിന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ AB കണ്ടുപിടിക്കുക. ഓക്കെ, ഈ പോയിന്റ് ആണ് AB കണ്ടുപിടിക്കുക. AB എന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതുകൂടാതെ ഈ 3 പോയിന്റുകളും കൊലീനിയർ ആണെന്ന് എന്ത് ചെയ്യുക, പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. ദെൻ അടുത്ത് നോക്കിയേ, നമുക്ക് ഈ 2 പോയിന്റിൽ നിന്നും ഇക്വ ഡിസ്റ്റൻസ് വരുന്ന ഒരു പോയിന്റ് കണ്ടെത്താനായിട്ടാണ് ചോദിച്ചേക്കുന്നത്. ദെൻ അടുത്തതോ താണ്ടെ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇവ 3 തമ്മിലുള്ള ഡിസ്റ്റൻസ്, ABയുടെ ഡിസ്റ്റൻസ് കാണുക, BC കാണുക, AC കാണുക. ഇത് കൂടാതെ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇതോടെ നമുക്ക് ഈ ചാപ്റ്ററിനകത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിയല്ലേ. പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ അതേപടി ഇതിനകത്ത് നിങ്ങൾക്ക് എടുത്തിട്ട് തന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പം എക്സാമിന് ഓൾ ദ ബെസ്റ്റ്.